ഇന്നിപ്പോൾ കണ്ണൂരിൽ 19 വർഷങ്ങൾക്ക് മുന്നേ RSSകാരാൽ കൊലയ്യപ്പെട്ട റിജിത്ത് കേസിൽ വിധി വന്നിരിക്കുകയാണ്. അന്ന് 10 പേരെയാണ് പോലീസ് പ്രതിയേർത്തിരുന്നത്. രാഷ്ട്രീയമായ വിരോധം കൊണ്ടാണ് സഖാവ് റിജിത്തിനെ RSSന്റെ കൊലയാളി സംഘം അന്ന് വെട്ടിക്കൊന്നത്. അപ്പോൾ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ ശരിയാണ് എന്ന് തെളിയിക്കുന്ന വിധിയാണ് വന്നിട്ടുള്ളത്. പ്രതിയേർക്കപ്പെട്ട മുഴുവൻ ആളും ശിക്ഷിക്കപ്പെടുന്നു. ഒരാൾ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, മരണപ്പെട്ടു പോയി. അതുകൊണ്ടാണ് 10ൽ 9 പേര് ശിക്ഷിക്കപ്പെട്ടത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കണ്ണൂർ ജില്ലയിലും പ്രധാനപ്പെട്ട ആ ഭാഗങ്ങളിലെല്ലാം RSS പരസ്യമായി ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിൽ ശാഖ നടത്തുന്ന പതിവ്. അപ്പോൾ വിശ്വാസി സമൂഹമാണ് അന്ന് രംഗത്ത് വന്നത്. കണ്ണപുരം ചുണ്ടയിൽ ഭാഗത്തെ വിശ്വാസികൾ, ഹിന്ദുമത വിശ്വാസികൾ തന്നെ ഞങ്ങൾ ആരാധിക്കുന്ന ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് ഇമാതിരി ഏർപ്പാട് പാടില്ല എന്ന് പറഞ്ഞ് രംഗത്ത് വന്നു. അങ്ങനെ വന്ന വിശ്വാസികളുടെ കൂടെ നിന്നു എന്ന കുറ്റമാണ് സഖാവ് റിജിത്തിന് മേൽ ചുമത്തിയത്. റിജിത്ത് ഏതെങ്കിലും തരത്തിലുള്ള കേസിൽ പ്രതിയായ ഒരാളല്ല. ഒരു പെറ്റി കേസ് പോലും റിജിത്തിന്റെ മേലുണ്ടായിരുന്നില്ല. ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയായിട്ടുള്ള, നാടിൻ്റെ ആകെ പ്രതീക്ഷയായിട്ടുള്ള ചെറുപ്പക്കാരനെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. അപ്പോൾ RSSന്റെ കൊലപാതക രാഷ്ട്രീയത്തിലേറ്റ കടുത്ത തിരിച്ചടിയായിട്ട് വേണം ഈ വിധിയെ കാണാൻ. ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് ആയുധ പരിശീലനം നടത്തുന്നതിനെതിരെ ജനങ്ങൾ നടത്തിയിട്ടുള്ള ചെറുത്തുനിൽപ്പ്, അതിൻ്റെ കൂടി ഭാഗമാണ് റിജിത്തിന്റെ രക്തസാക്ഷിത്വം. അപ്പോൾ റിജിത്തിന്റെ രക്തസാക്ഷിത്വത്തിൻ്റെ ഭാഗമായി DYFI എല്ലാം മുന്നോട്ട് വെച്ച ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് കൂടുതൽ പ്രസക്തമാവുന്നു എന്ന് വേണം കാണാൻ. അതുകൊണ്ട് ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് RSS നടത്തുന്ന ആയുധ പരിശീലനം ഉൾപ്പെടെ കൂടുതൽ തുറന്നു കാട്ടേണ്ടതുണ്ട്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇത്തരം കേസുകളുടെ വിധി വരുമ്പോൾ ചില മാധ്യമങ്ങൾ ആ വിധിയുടെ വാർത്ത കണ്ടില്ല എന്ന് നടിക്കുകയാണ്. ഇപ്പം നാദാപുരത്ത് ഷിബിൻ കൊലയ്യപ്പെട്ടു. ഷിബിൻ കേസിൽ ഏതാണ്ട് 7 ലീഗിൻ്റെ പ്രവർത്തകർ, അവിടെയുള്ള പ്രാദേശിക നേതൃത്വം ജയിലിലായി. മാധ്യമങ്ങൾക്കൊരു ഞെട്ടലും ഉണ്ടായിട്ടില്ല. ഈ റിജിത്ത് കേസിലും ഇപ്പോൾ ചെറിയ 1-2 വാർത്തകളൊക്കെ വന്നു എന്നല്ലാതെ ഇന്നിപ്പം പ്രൈം ടൈമിൽ എത്ര ആളുകൾ ഇതെല്ലാം ചർച്ചക്കെടുക്കുമെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ഒരു പൊതുബോധം ഉണ്ടാക്കുന്നത്, ഇവിടെ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നത് CPM ആണ്, കമ്മ്യൂണിസ്റ്റുകാരാണ് എന്നാണ്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ കൊലയ്യപ്പെട്ടാലും അത് കേസിൽ ശിക്ഷിക്കപ്പെട്ടാലൊന്നും വാർത്തയാവാതെ കമ്മ്യൂണിസ്റ്റുകാർ എതിർച്ചേരിയിൽ വരുന്ന വാർത്തകളെ പർവ്വതീകരിക്കുന്നു എന്നും കാണാൻ വേണ്ടി കഴിയും. അപ്പം ഇങ്ങനെ സൃഷ്ടിക്കുന്ന പൊതുബോധത്തിനേറ്റ തിരിച്ചടിയായിട്ട് കൂടി ഈ കോടതി വിധിയെ വായിക്കണം എന്നുകൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഈ 2 വിധികൾ, ഇപ്പോൾ അടുത്ത് വന്ന 2 വിധികൾ, ഒന്ന് സഖാവ് ഷിബിനെ, DYFI നേതാവ് ഷിബിനെ കൊലപ്പെടുത്തിയതാണ് നാദാപുരത്ത്. അതിൻ്റെ പ്രതിപട്ടികയിലുള്ളത് മുസ്ലിം ലീഗും അതുപോലെ തന്നെ മുസ്ലിം തീവ്രവാദ ഗ്രൂപ്പുകളുമാണ്. ഇപ്പുറത്ത് ഇപ്പോൾ വന്ന റിജിത്തിൻ്റെ വധക്കേസിലെ പ്രതികൾ ആരാണ്? സംഘപരിവാരാണ്. ഇപ്പം 2 വർഗീയവാദികളും തീവ്രമായി നിലപാടെടുക്കുന്നവർ, ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ വൈകാരികമായി ആളെ കൂട്ടാൻ പരിശ്രമിക്കുന്നവർ, ഇപ്പുറത്ത് ധ്രുവീകരണമുണ്ടാക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാറുകാർ എല്ലാം കൊലക്കത്തിക്ക് ഇരയാക്കുന്നത് DYFIക്കാരെയാണ്. അങ്ങനെ DYFIക്കാരെ കൊന്നു തള്ളി ഈ സമൂഹത്തിനകത്ത് മതനിരപേക്ഷതയും മാനവികതയും ഉയർത്തിപ്പിടിക്കുന്നവരെ തകർക്കണം എന്ന മുദ്രാവാക്യവുമായിട്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. ഈ സാഹചര്യത്തിൽ ഈ വിധികളെല്ലാം ഈ പൊതുസമൂഹം പരിശോധിക്കണം എന്ന് തന്നെയാണ് DYFIക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. അതോടൊപ്പം ഇരട്ടക്കൊലയാണ് വയനാട്ടിൽ നടന്നത്. നിങ്ങൾ നോക്കൂ, എത്രത്തോളം മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുന്നുണ്ട്. ഈ ഇരട്ട കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം KPCCക്കാണ് എന്ന് എന്തുകൊണ്ടാണ് ഈ മാധ്യമങ്ങൾക്ക് പറയാൻ പറ്റാത്തത്? ഞങ്ങൾ ആവർത്തിച്ചു പറയുകയാണ്, ഇതിന്റെ പിന്നിൽ KPCC ഉണ്ട്. KPCCയുടെ പങ്കില്ലാതെ ഈ IC ബാലകൃഷ്ണൻ ഇങ്ങനെ വിലസി നടക്കില്ല. ഈ IC ബാലകൃഷ്ണനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഉജ്ജ്വലമായ പ്രക്ഷോഭത്തിന് DYFI നേതൃത്വം കൊടുക്കും എന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്.